ശ്രീ ചാണ്ടി ഉമ്മൻ, കോൺഗ്രസിന്റെ ഒരു പരിപാടിയായി തുടങ്ങി, കോൺഗ്രസിന്റെ തന്നെ പരിപാടിയായി അവസാനിച്ചു ഭാരത് ജോഡോ യാത്ര. മറുപടി ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഈ യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നാണ്. ആ കന്യാകുമാരിയിൽ കൊടി കൈമാറിയത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനാണ്. അദ്ദേഹം അവിടെ കൊടി കൈമാറി തുടങ്ങിയ യാത്ര ഇവിടെ ഇന്ന് യാത്ര സമാപിക്കുമ്പോൾ വന്നത് CPIയുടെ നേതാക്കൾ കടന്നു വന്നു, BSP കടന്നു വന്നു, DMK കടന്നു വന്നു, നാഷണൽ കോൺഫറൻസ് കടന്നു വന്നു, PDP കടന്നു വന്നു, VCK കടന്നു വന്നു, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കടന്നു വന്നു, RSP കടന്നു വന്നു. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികൾ, JMMന്റെ പ്രതിനിധി കടന്നു വന്നു. തെലങ്കാന മുഖ്യമന്ത്രി ക്ഷണിച്ചപ്പോൾ എത്തിയവരൊന്നും അങ്ങോട്ടേക്ക് വന്നില്ല. അല്ല, തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് തെലങ്കാനയിൽ മുഖ്യ പ്രതിപക്ഷമാണ്. RSPക്ക് എത്ര ശക്തിയുണ്ടെന്ന ചോദ്യമാണ് പിന്നെ കെ ശ്രീകാന്ത് ഉന്നയിക്കുന്നത്. ലീഗിന് എത്ര ശക്തിയുണ്ട് ഇന്ത്യ ഒട്ടാകെ? നിങ്ങൾക്ക് കേരള കോൺഗ്രസിനെ കൂടി ചേർക്കാമായിരുന്നില്ലേ? 12 എന്ന് പറയാമായിരുന്നല്ലോ. എത്ര ശക്തിയുണ്ട്? CPIക്ക് എത്ര ശക്തിയുണ്ട്? BSPക്ക് എത്ര ശക്തിയുണ്ട്? PDPക്കും NCക്കും എത്ര ശക്തിയുണ്ട്? അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരാളെയും വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ഒരു വോട്ടിനാ 99 അടൽ ബിഹാരി സർക്കാർ 99 വീഴുന്നത് ഒറ്റ വോട്ടിനാണ്. ആരെയും വില കുറച്ച് കാണേണ്ട കാര്യം രാഷ്ട്രീയത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും ഇതിന് ആവശ്യമാണ്. ഇങ്ങനെ ചെറുതായി വന്ന് അതൊരു വലിയൊരു മുന്നേറ്റമായി വരും. ഇന്ന് കൂടാത്തവർ നാളെ കൂടിയെന്നിരിക്കും. ഇങ്ങനെ മുന്നേറ്റം കടന്നു വരുമ്പോൾ മാറി നിൽക്കുന്നവരും കൂടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. നാളുകളിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം രാജ്യത്തിന്റെ ഐക്യം, രാജ്യത്തിന്റെ സാഹോദര്യം, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ യാത്രയിൽ, ഈ മുന്നേറ്റത്തിൽ പങ്കെടുക്കും, പങ്കാളിയാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അത് വലിയൊരു ജനമുന്നേറ്റമായി വന്നു. നാളുകളിലും ഈ ഒരു വലിയ യാത്രക്കൊടുവിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ യാത്രയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ ശക്തീകരണമല്ല. ഈ യാത്രയുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ, സഹിഷ്ണുത, സമാധാനം, ഐക്യം, സാഹോദര്യം അതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നു, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാൻ വന്നു, രാഹുൽ ഗാന്ധി അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു മുന്നേറ്റമായി വന്നിരിക്കുന്ന ഒരു യാത്ര തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് യാത്രികർക്ക് തന്നിരിക്കുന്നത്. യാത്രികർ മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ തന്നിരിക്കുന്നത്. അത് ഇന്ന് കശ്മീരിൽ അതിന്റെ സമാപനം കുറിക്കുമ്പോൾ ഞങ്ങൾ പുതിയൊരു തുടക്കമാണ്. ആ തുടക്കം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പുതിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കമായി ഞങ്ങൾ കരുതുകയാണ്. വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ. അങ്ങയുടെ അടുത്തേക്ക് ന്യൂസ് 18 കശ്മീർ ചാനലിൻ്റെ തത്സമയ സംരക്ഷണത്തിനായി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അവർക്ക് താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിച്ചേരാനായില്ല. സൂമിൽ ശ്രമിച്ചിരുന്നു. അപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതിനിടെയും ടെലിഫോണിൽ ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദി.